ഹായ് ഗായ്സ്, നമ്മൾ പരിപ്പ് ബോളിയും സേമിയ പായസവും കഴിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ എത്ര പേർ എള്ളുബോളി കഴിച്ചിട്ടുണ്ട്? ഇന്ന് നമുക്കൊരു എള്ളുബോളി ഉണ്ടാക്കിയാലോ? അതിനായി ആദ്യമേ തന്നെ മാവൊന്ന് കുഴച്ചെടുക്കണം. ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിലും ലൂസായി വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി 4 മുതൽ 6 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് ഈ മാവ് നല്ല പോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം ഡൗ. ശേഷം എണ്ണയൊന്ന് തടവി 3 മുതൽ 3.5 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അകത്ത് വയ്ക്കുന്ന മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? ആദ്യമേ തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് എള്ളിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. കറുത്ത എള്ളോ വെളുത്ത എള്ളോ അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തോ എടുക്കാം. ഞാനിവിടെ രണ്ടും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എടുത്ത എള്ള് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. എള്ളൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ എള്ള് മൂത്തു എന്നാണ് അർത്ഥം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇളക്കി കൊടുക്കാം. തണുക്കുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. ഇനി ഒരു മിക്സി ജാർ എടുത്ത് ഈ എള്ള് നന്നായി പൊടിച്ചെടുക്കണം. ശേഷം അതേ മിക്സി ജാറിൽ 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് തേങ്ങയിലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റിയ ശേഷം 1/4 മുതൽ 1/2 കപ്പ് വരെ ശർക്കര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ഈ ശർക്കരയുടെ അളവ് കൂടുകയോ കുറയുകയോ ആവാം. ഞാനൊരു മീഡിയം മധുരത്തിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ശർക്കര നല്ലപോലെ അലിഞ്ഞ ശേഷം അതിലേക്ക് എള്ള് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി കുറച്ചായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ മിശ്രിതം ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ഉണ്ട കെട്ടാൻ പാകത്തിനായിരിക്കണം മിശ്രിതം. വളരെ ടൈറ്റായി പോകരുത്, കുറച്ച് ലൂസായി തന്നെ ഇരിക്കണം. ശർക്കര ആയതുകൊണ്ട് ഈ മിശ്രിതം ഒന്ന് തണുത്ത് വരുമ്പോൾ കട്ടിയാകും. അപ്പോൾ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറു ചൂടോടെ തന്നെ നമുക്ക് ഉണ്ടകൾ ഉരുട്ടി വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു ചെറിയ ഉരുള എടുത്ത് ചപ്പാത്തിക്ക് തട്ടിക്കൊടുക്കുന്നത് പോലെ തട്ടിക്കൊടുത്ത് ഒന്ന് ചെറുതായി പരത്തി ഈ മിശ്രിതം അതിനുള്ളിൽ വെച്ച് ഒരു കൈയിലെ തള്ളവിരൽ ഉപയോഗിച്ച് അകത്തേക്ക് മിശ്രിതം തള്ളി മറ്റേ കൈയിലെ വിരലുകൾ ഉപയോഗിച്ച് മാവൊന്ന് വലിച്ച് പുറത്തേക്ക് മാവെടുത്ത് ഉള്ളിൽ ഈ മിശ്രിതം സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ദാ കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് ഈ ഉരുളയൊന്ന് പരത്തി കൊടുക്കാം. അതിനായി ഒരു പ്ലാസ്റ്റിക് കവറോ വാഴയിലയോ അതോ എടുത്ത് അതൊന്ന് ഗ്രീസ് ചെയ്ത് ഒരു ചപ്പാത്തി പലകയുടെ മണ്ടയിൽ വെച്ച് ഉരുള അതിന് മീതെ വെച്ച് എണ്ണയൊന്ന് ചെറുതായി തടവി കൊടുത്ത് ഉള്ളം കൈയിലും നന്നായി എണ്ണ പുരട്ടി ഉള്ളം കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് വലിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായി പരത്തിയെടുക്കാം. അകത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം എല്ലായിടത്തും ഈക്വലായി സ്പ്രെഡ് ആകാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചെടുത്ത് മാവ് മാത്രമായും കുറച്ചെടുത്ത് മിശ്രിതം മാത്രമായും ആയിപ്പോകും. നമ്മൾ നടുക്ക് നിന്നും പുറത്തേക്ക് വേണം തള്ളിക്കൊടുക്കാൻ. ദാ കണ്ടില്ലേ, ഇങ്ങനെ. മനസ്സിലായോ? ഇനി പരത്തി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഒന്ന് ചുട്ടെടുക്കാം. അതിനായി ചൂടായ ദോശക്കല്ലിലേക്ക് നല്ലപോലെ എണ്ണ തടവി ഈ മിശ്രിതം കയ്യിലേക്ക് വന്നിട്ട് ഷീറ്റ് വലിച്ചെടുക്കുമ്പോൾ ദാ കണ്ടോ, ഇതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടും. ഇനി ഇത് നമ്മളുടെ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഈ ബോളുകൾ നല്ലപോലെ ചുട്ടെടുക്കണം. ചുട്ടെടുത്ത ബോളുകൾ ഒരിക്കലും അടഞ്ഞ പാത്രത്തിലോ കാസറോളിലോ ഇട്ട് വെക്കാൻ പാടില്ല. കാരണം ആവി തട്ടിയാൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു തുറന്ന പാത്രത്തിൽ ഇട്ട് വെച്ച് തണുത്ത ശേഷം വേണം പാത്രത്തിൽ അടച്ചു വെക്കാൻ. ഈ ബോളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് പാലും ഒഴിച്ച് കഴിച്ചാൽ എന്ത് സ്വാദാണെന്നോ. ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.